നിലമ്പൂരിൽ ഇലക്ഷൻ ദിവസം തന്നെ കൃത്യമായി ഒരു പ്രവചനം, വലിയ രീതിയിലുള്ള ജനമുന്നേറ്റം അമ്പൂക്ക അൻവർ ഉണ്ടാക്കും. പക്ഷേ ഒരു വിജയ സാധ്യത കാണുന്നില്ല എന്ന് പറയുമ്പോഴും നിലമ്പൂരിന്റെ തെരുവുകളിൽ, ഇടവഴികളിൽ നാട്ടുകാരെയെല്ലാം കണ്ട് വലിയൊരു ഗ്യാങ്ങായി നടന്ന സംഘത്തിന്റെ വലിയ പ്രധാനിയായിരുന്നു സക്കീർ കെ.എം. തെരഞ്ഞെടുപ്പിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം സക്കീർ. സ്വാഗതം, പറഞ്ഞോളൂ. ഓക്കെ, എങ്ങനെയുണ്ട്? അമ്പൂക്ക ചരിത്രമായല്ലോ അല്ലെ? 20,000-ന് അടുത്തേക്ക് വോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രവർത്തനമൊന്നും വിഫലമായില്ല അല്ലേ? വിഫലമായില്ല എന്ന് പറയാൻ പറ്റൂല. ശക്തരായ രണ്ട് ടീമിന്റെ, രാഷ്ട്രീയ പാർട്ടിന്റെ ഇടതുവശം വലതുവശം, അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു രൂപപ്പെട്ട പാർട്ടിയാണ് AITC. അതിന്റെ ഇടയിൽ നിന്നിട്ട് ഞങ്ങൾ അത്രയും വോട്ട് പിടിച്ച ഞങ്ങൾ തന്നെയാണ് അടുത്ത താരം. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിഫലമായില്ല, അത് പാഴായില്ല എന്നാ ഉദ്ദേശിച്ചത്. പാഴായില്ല. അതിന് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഞങ്ങൾ വീടാന്തരം കയറി ഇറങ്ങാനും ഞങ്ങൾ നല്ല റോഡ് ഷോ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ തുടങ്ങിയ പോയിന്റിന്ന് വൈക്കടവ് തൊട്ട് അല്ല, നമ്മുടെ വടപുറം തൊട്ട് വൈക്കടവ് വരെ ജനസാഗരേനി. 2 സൈഡിലും ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഈ പാർട്ടി ക്ലിയർ ആണ്. അപ്പം അൻവർ നയം വ്യക്തമാക്കിയിരിക്കുന്നു. നിലമ്പൂരിൽ അൻവർ എന്താണെന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി UDF പ്രവേശമാണ് വീണ്ടും ചർച്ചയിലാവുന്നത്. എങ്ങനെയാണ് UDF പ്രവേശം? വളരെ പെട്ടെന്ന് ആവണ്ടേ? എങ്ങനെ കാണുന്നു അതിനെ? അതിനെ പറഞ്ഞാല് അവർക്ക് എടുത്താൽ ഏറ്റവും നല്ലതാണ്. കേരളത്തിൽ അടുത്ത UDFന് ഒരു ഭരണം കിട്ടണമെങ്കിൽ ഇതുപോലത്തെ വ്യക്തികളെ തീർച്ചയായിട്ടും UDFൽ എടുത്തിട്ടില്ലെങ്കിൽ അപകടത്തിക്കാണ് പോണത്. അൻവറിനെ പോലത്തെ വ്യക്തിത്വങ്ങള്, അൻവർ എന്നല്ല, ഇതുപോലത്തെ വേറെ നാമത്തിലുള്ള പ്രവർത്തകരും സജീവ പ്രവർത്തകരും ഒക്കെ UDFന്റെ അണികളായി വന്നാലാണ് ഇനി കേരളത്തിൽ UDF ക്ലിക്കാവുള്ളൂ. ഇപ്പോഴത്തെ നേതൃത്വ നിര പോരാ, വാശി പിടിക്കാണ്. ഇപ്പൊ നമ്മൾ പറയാലോ, അൻവർ മാത്രല്ല, ഈ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി, നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട കരുണാകരന്റെ മോൻ 2005 പാർട്ടി പിളർത്തി ഗ്രൂപ്പാക്കി പുറത്തു വന്നു, മന്ത്രിസ്ഥാനം രാജിവെച്ചു, KPCC അധ്യക്ഷ പദവിയൊക്കെ വലിച്ചെറിഞ്ഞു പുറത്തേക്ക് വന്നിട്ടും എന്താ പറയാ, അതും ഗ്രൂപ്പ് പോരായിരുന്നു പാർട്ടിയില്. അദ്ദേഹം പിന്നെ അവസാന നിമിഷം വളരെ ബുദ്ധിമുട്ടിയിട്ട് ആ പാർട്ടിക്ക് ചെല്ലാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് തിണ്ണയിൽ വരെ പറഞ്ഞു. 3 രൂപന്റെ ടിക്കറ്റ് തന്നാൽ മതി, മെമ്പർഷിപ്പ് വരെ പറഞ്ഞു യാചിച്ച് അവസാന നിമിഷത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുത്തത്. അദ്ദേഹത്തിനൊക്കെ വേണ്ടി ഈ അൻവർക്ക ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ട്. സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, വാഹനം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലൊക്കെ PV അൻവർ എന്ന വ്യക്തിയാണ് ഈ മുരളീധരനൊക്കെ ഈ മലബാർ ഭാഗത്തേക്കൊക്കെ കൊടുന്ന് പരിചയപ്പെടുത്തിയത് സേവാദൾ കൂടെ. തീർച്ചയായും. അല്പം മുമ്പ് PC ജോർജ് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ PC ജോർജ് പറയാണ്, അൻവർ ഇത്രയ്ക്ക് പാടുപെടണ്ട, BJPയിലേക്കുള്ള വാതിൽ അൻവറിന് തുറന്നിട്ടിരിക്കുന്നു, അടച്ച വാതിലല്ല UDFനെ പോലെ BJP അൻവറിന് വെച്ചിരിക്കുന്നത്, ഏത് സമയത്തും കടന്നു വരാമെന്ന്. അങ്ങനെ ഒന്ന് പയറ്റണോ BJPയിലേക്ക്? അങ്ങനെ BJPയിൽ പറ്റിയിട്ട് ആ വാതിൽ ഇപ്പൊ തൽക്കാലം PC ജോർജ് അടച്ചാ മതി. PC ജോർജ് എന്താ ഇപ്പൊ ഇതിന്റെ മുന്നിലൊക്കെ പറഞ്ഞത്, പോടേ എന്നൊക്കെ പറഞ്ഞു. PC ജോർജ് ഒരുപാട് ന്യൂനപക്ഷങ്ങളുടെയും ഒരുപാട് വ്യക്തിത്വങ്ങളുടെയും വോട്ട് വാങ്ങിയിട്ടുള്ള MLA ആയിരുന്നു. അയാളെ നാവുന്ന എന്തൊക്കെയാ വന്നതെന്ന് ഇപ്പൊ കേരള സമൂഹം ശരിക്ക് കേട്ടതാണല്ലോ. അയാൾ വെറും വർഗീയതയാ വിളമ്പണത്, വെറും വർഗീയത. ഇന്ത്യ എന്ന മഹാരാജ്യം ജനാധിപത്യ രീതിയിൽ ഇവിടെ ആർക്കും എങ്ങനെയും ജീവിക്കാനുള്ള അവകാശം നേടിയെടുത്തതാണ് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഗാന്ധിജിയും അതിന് കീഴിലുള്ള ഈ ആൾക്കാരൊക്കെ ഉണ്ടായ മഹാവ്യക്തിത്വങ്ങളൊക്കെ. ഒരു PC ജോർജിന്റെ മാത്രല്ലല്ലോ ഇന്ത്യ രാജ്യം. അത് അവിടെ മൂപ്പരെ നാട്ടിൽ പറഞ്ഞാൽ മതി. മൂപ്പരിപ്പാണ്ട് പോടേറിന്നിപ്പോ തൽക്കാലം അതിന് മൂപ്പര് നമുക്ക് ടിക്കറ്റ് ഉണ്ടാക്കണ്ട. ആ ഭാഗത്ത് അത്രേ പറയാനുള്ളൂ. വളരെ ക്ലിയർ ആണ് സക്കീർ. നന്ദി, നമസ്കാരം.